ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചു പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെ ഉണ്ടല്ലോ, ചന്ദ്ര പറഞ്ഞു വിടുകയാണ്, നിന്നെ വില കൽപ്പിക്കുന്നവളല്ല നിന്റെ ഭാര്യ, നീ ഒരു കാര്യം ചെയ്യുക, നിനക്കത് അറിയണമെങ്കിൽ നീ അവളുടെ വീട്ടിൽ ചെന്ന് നോക്കാൻ. അവിടെയാണെങ്കിൽ നമ്മുടെ ശരത്തിൻ്റെ ആ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. രേവതിയും ദേവുവും ലക്ഷ്മിയും ഒക്കെ ചേർന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി ഇവിടെ നിന്ന് പുറപ്പെട്ടു അവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട്. നമ്മുടെ ശരത്തിനോട് ഭയങ്കര ദേഷ്യം തന്നെയാണ് ഇപ്പോഴും സച്ചിക്കുള്ളത്. അപ്പം പിന്നെ രേവതി ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതാണ് സച്ചി അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഏതായാലും സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്ന ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അവിടുത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളുമാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയാണ്, അതേ മോനെ സമയം പോയി, ഇവർക്കൊക്കെ പോകേണ്ടതല്ലേ, പെട്ടെന്നാട്ടെ കേക്ക് കട്ട് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പാടിയിട്ട് നമ്മുടെ ശരത്ത് കേക്ക് കട്ട് ചെയ്ത് ആദ്യം ലക്ഷ്മിക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ദേവുവിന് കൊടുക്കുന്നു. അങ്ങനെ ദേവുവും ലക്ഷ്മിയും രേവതിയും കൂടെ ചേർന്ന് നമ്മുടെ ശരത്തിന് കൊടുക്കുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ കേക്ക് കട്ട് ചെയ്യാനിട്ടിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും ഓരോ പീസ് കേക്ക് എടുത്ത് കൊടുക്കുക. അപ്പൊ അവിടെ നിന്ന് ഒരു ചേച്ചി ചോദിച്ചു, അല്ല എന്തിയെ സച്ചിനെ കാണുന്നില്ലല്ലോ, എന്താ സച്ചി വരാത്തത് രേവതി, ഒത്തിരി ആയല്ലോ സച്ചിനെ കണ്ടിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അതെ സച്ചി അത്യാവശ്യമായിട്ടേ ഒരു ഓട്ടം പോയേക്കുക, സച്ചി വരും വന്നോളും എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ തടി തപ്പുകയാണ്. ലക്ഷ്മി ഏതായാലും പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ്. അങ്ങനെ സച്ചി രേവതിയുടെയും ലക്ഷ്മിയുടെയും ദേവുവിന്റെ ഒക്കെ വീട്ടിൽ ആ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വന്നിറങ്ങുകയാണ്. ദേഷ്യത്തോടു കൂടിയാണ് വന്നിറങ്ങുന്നത്. അങ്ങനെ കാറിൽ നിന്ന് വന്നിറങ്ങുന്നു. വന്നിറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ സച്ചി ഒന്ന് ആ വീടിന്റെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് നേരെ അകത്തേക്ക് കയറി വരിക. ഈ സമയത്ത് രേവതി ആണെങ്കിൽ അവിടെയുള്ള എല്ലാവരോടും ദേ കേക്കൊന്നും തീർന്നിട്ടില്ല കേട്ടോ, എല്ലാവരും കേക്ക് കഴിച്ചിട്ട് പോയാൽ മതി, ദേ ഇന്ന കേക്ക് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കേക്കിന്റെ ആ ഒരു പാത്രം ഇങ്ങനെ വെച്ച് നീട്ടി. അത് നമ്മുടെ സച്ചി വന്നാണ് മേടിക്കുന്നത്. സച്ചി വന്ന് മേടിക്കുന്നു. സച്ചിനെ കണ്ടത് നമ്മുടെ രേവതി പേടിച്ചു പോയി. ലക്ഷ്മിക്കും ദേവുവിന് ഭയങ്കര സന്തോഷം. പക്ഷെ സച്ചി പറഞ്ഞു, അതെ ഞാൻ തന്നെയാ വന്നിരിക്കുന്നത്, നിന്റെ അനിയന്റെ ബർത്ത്ഡേ അല്ലേ, ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പോകാന്ന് കരുതിയ രേവതി ഞാൻ വന്നതെന്ന്. ഏതായാലും ദേവുവിനും ലക്ഷ്മിക്കും അറിയത്തില്ല സച്ചിക്ക് ദേഷ്യം ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് അവര് സന്തോഷിച്ചിട്ടാട്ടോ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ രേവതിക്ക് അറിയാലോ ആ ഒരു ദേഷ്യവും ഇതൊക്കെ. അവിടെ ശരത്ത് നിപ്പുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ഒരു കേക്ക് എടുത്തിട്ട്, ഇത് ഇച്ചിരി വലുതായിപ്പോയി, ചെറിയ പീസ് മതിയായിരുന്നു. സാരമില്ല, വലിയ പീസെങ്കിൽ വലിയ പീസ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അത് പിന്നെ സച്ചേട്ടൻ വരുമെന്ന് ഞാന്. അപ്പൊ ദേവ് പറഞ്ഞു, അതേ സച്ചേട്ടൻ വന്നല്ലോ എല്ലാം മറന്നിട്ട്, താങ്ക്സ് കേട്ടോ സച്ചേട്ടാന്ന്. ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് വരുന്ന ദേഷ്യം, ശരത്താണ് മാറി നിൽക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ ഞാൻ കേക്ക് കഴിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഒരു കാര്യം അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് ഞാൻ അറിഞ്ഞു. അത് സത്യമാണോ ഇല്ലോ എന്ന് എനിക്ക് അറിയണമായിരുന്നു. അത് ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ കല്യാണം കഴിച്ച രേവതി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവക്ക് ഭർത്താവിനോടാണോ അനിയനോടാണോ കൂടുതൽ സ്നേഹമെന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സംശയമൊക്കെ തീർന്നു. ദേ നീ തീർത്തു രേവതി, തീർത്തു. ആ സംശയം ഫുള്ള് നീ തീർത്തു. ആരോടാണ് നിന്റെ സ്നേഹം എന്ന് മനസ്സിലായി. അത് പിന്നെ സച്ചേട്ടൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? മിണ്ടരുത്, അനിയനോട് സ്നേഹം കൂടിപ്പോയല്ലേ. അത് പിന്നെ സച്ചേട്ടൻ ഞാൻ പറയുന്ന കേക്ക്. മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുത്. നിന്നോട് ഞാൻ എന്താടി പറഞ്ഞത്? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലായിരുന്നോ? അത് പിന്നെ സച്ചേട്ടാ, ഞാൻ പറഞ്ഞ നീ കേക്കില്ലല്ലേ, നിനക്ക് മനസ്സിലാവില്ലല്ലേ. എനിക്കറിയാടി നിന്റെ സ്നേഹം അത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു മുമ്പ് എന്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, നിന്റെ ഭാര്യ അവന്റെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. എന്റെ വാക്ക് ധിക്കരിച്ച് എന്റെ ഭാര്യ എവിടെ പോവില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ എന്നെ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നതിന് തുല്യമല്ലേടി, നീ എന്നെ ധിക്കരിക്കുന്നതിന് തുല്യമല്ലേടി ഇപ്പൊ നീ ഇവിടെ വന്നത്. അയ്യോ സച്ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? നിർത്തടി. സന്തോഷമായി. എനിക്ക് ഇനി ഒന്നും കൂടുതൽ പറയാനില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പോയി കേട്ടോ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും പുറകെ രേവതി, അയ്യോ സച്ചേട്ടാ, പിന്നെ ലക്ഷ്മി, അയ്യോ മോനെ സച്ചി, അതുപോലെ തന്നെ നമ്മുടെ ദേവും സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോവുകയാണ്. എവിടെന്ന് സച്ചി നിൽക്കുവോ?
അങ്ങനെ നമ്മുടെ ലക്ഷ്മി എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു മോനെ പറയുന്നൊന്ന് കേക്ക്, ദേ ഞങ്ങള് പറഞ്ഞിട്ടാ രേവതി വന്നത്, അതുകൊണ്ടാ പറഞ്ഞതൊന്ന് പറയുന്ന കേക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഫ്രണ്ട് നിൽക്കായിരുന്നു. രേവതിനെ ഒറ്റ തള്ളു തള്ളിട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി കാറ് എടുത്തോണ്ട് ഒരു ഒറ്റ പോക്കാ പോകുന്നത്. ഏതായാലും സമാധാനപരമായിട്ട് കഴിഞ്ഞതായിരുന്നു. നമ്മുടെ രേവതിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇങ്ങോട്ടേക്ക് വരേണ്ടത്? ഭർത്താവിന്റെ സ്വഭാവം അറിയാലോ, പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഏതായാലും ആകപ്പാടെ സീൻ കോൺട്രയായി. നമ്മുടെ ശരത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സച്ചി അങ്ങ് പോവുകയും ചെയ്തു. രേവതി അങ്ങ് ഭയങ്കര കരച്ചിലും. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി തിരിച്ച് ചന്ദ്രോദയത്തെ എത്തുകയാണ് കേട്ടോ. ഏതായാലും ചന്ദ്രോദയത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എവിടെയുണ്ട്. ചന്ദ്ര രേവതിനെ കണ്ടിട്ട് പോകുന്ന ആ ഒരു ഉണ്ടായ സന്തോഷമല്ലോ മുഖത്ത്. മിക്കവാറും സച്ചി നല്ലത് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. രേവതി സ്കൂട്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് പതുക്കെ കയറി വന്നത് നമ്മുടെ ചന്ദ്ര. എന്തു പറ്റി? അല്ല, മുഖത്ത് എന്തോ ഒരു മ്ലാനത ഉണ്ടല്ലോ, അല്ല എന്തോ സംഭവിച്ച പോലെ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, അല്ല മോളെ മോളെ മോള് പൂവിക്കാൻ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? ഏയ്, ഞാൻ പൂവിക്കാൻ വേണ്ടി പോയതല്ല, ഞാന് എന്റെ അനിയന്റെ ബർത്ത്ഡേക്ക് പോയതാ. അവന് ഒരു ചെറിയൊരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു ഫംഗ്ഷൻ. അയ്യോ, എങ്കിൽ പിന്നെ നിനക്ക് എന്നോടുകൂടെ പറഞ്ഞാൽ ഞാനും വരത്തില്ലായിരുന്നോ? അത് പിന്നെ ചെറിയൊരു ആഘോഷമല്ലേ, ഞാൻ പോലും പോകുന്നില്ലെന്ന് വിചാരിച്ചതാ. പിന്നെ അവൻ വിളിച്ചപ്പോ പിന്നെ ഞാനങ്ങ് പെട്ടെന്ന് പോയതാ. അല്ല, സച്ചി വന്നിരുന്നില്ലേ? അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചന്ദ്രൻ നിന്ന് നോക്കുകയാണ് കേട്ടോ. ചന്ദ്ര വായിന്ന് വീഴുന്നത് ഓരോന്നും ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് സച്ചേട്ടൻ വന്നു. ഓ നന്നായി, നിന്റെ അനിയനോട് ദേഷ്യം ഉണ്ടെങ്കിലും വന്നല്ലോ. എന്നാ പിന്നെ മോളെ ഞാൻ അശോകന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് ഇറങ്ങി പോയിട്ടോ. രേവതി നേരെ കിച്ചണിലേക്ക് കയറി പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, എടി എന്താടി നിനക്ക് കണ്ണുപിടിക്കുന്നില്ലേടി? ഞാൻ ഇത്തോളം സംസാരിച്ചിട്ടും ഇങ്ങനെ ഒരുത്തി ഉണ്ടെന്ന് നീ എന്നടി മൈൻഡ് ചെയ്യാത്തത്? അത് പിന്നെ അമ്മയ്ക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അമ്മ ചോദിക്കുക, പറ. നിന്റെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ നന്നായിരുന്നു. അല്ല, നിന്റെ കെട്ടിയവർ അങ്ങോട്ടേക്ക് വന്നല്ലോ, അവന് അവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നോ? കേക്ക് കഴിച്ചോ? ആഘോഷത്തിൽ പങ്കെടുത്തോ? ഓ, എങ്ങനെ കഴിക്കാൻ? അവൻ ഫംഗ്ഷന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോയി. അവനൊരു മണ്ടൻ, ഭർത്താവിനെ ബഹുമാനിക്കുന്ന, ഭർത്താവ് വരച്ച് നിർത്തുന്ന ഭാര്യയാണ് എന്റെ ഭാര്യ എന്നൊക്കെയായിരുന്നു കരുതിയത്. സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വന്നിട്ട് എവിടെ എന്റെ പുന്നാര ഭാര്യ എന്ന് ചോദിച്ചു. ആ മഹാറാണി അവന്റെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഇത് ഉണ്ടായത്. അപ്പൊ അവനെ അത് വിശ്വസിച്ചില്ല. ഏതായാലും നീ ശരിക്കും ആരാണെന്ന് അവൻ അറിയില്ലല്ലോടി. നീ അവന്റെ മുമ്പിലെ പറഞ്ഞാ കേൾക്കുന്ന ഭാര്യയായി നല്ലവളായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഏതായാലും അതിന് വിരാമം കുറിച്ചപ്പം ഈ ചന്ദ്രമതിക്ക് സന്തോഷമായി. നീ അങ്ങനെ ആയിരുന്നു എന്നായിരുന്നു അവന്റെ വിചാരം. ഫംഗ്ഷന് പോകണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ കേൾക്കുന്നവളാണ് എന്റെ ഭാര്യ. അവൾ ഒരിക്കലും എന്നെ ധിക്കരിച്ചു പോവില്ല പോലും. പൂവിക്കാൻ പോയതാ പോലും അവള് പൂവിക്കാൻ പോയത്. ആ വണ്ടം പറഞ്ഞത് ഞാൻ കള്ളം പറയുകയാണെന്ന്. നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിലേ നീ അവളുടെ വീട്ടിൽ ചെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അവനോട് അങ്ങ് പറഞ്ഞു. അപ്പോഴാണ് അവന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്നത് ചീറിപ്പാഞ്ഞ്. അവന് സമാധാനമായി. നിന്നെ അവിടെ കണ്ടു, നീ ആരാണെന്ന് അവനിപ്പം ശരിക്കും മനസ്സിലായി. നല്ല കാര്യമാ, നല്ല കാര്യം അമ്മ ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. അതേടി എനിക്കറിയാടി. ഇനി നീ നന്നായിട്ട് അനുഭവിക്കും. നിന്നെ കൊണ്ട് അവൻ അനുഭവിപ്പിക്കും. നീ നോക്കിക്കോടി. ഇനി നീ ഈ വീട്ടില് എത്ര നാളുണ്ടാവുന്ന നീയെ ഈ കൈവിരൽ കൊണ്ട് എണ്ണാൻ തുടങ്ങിക്കോ. വിരള് തീരുമ്പോഴത്തേക്ക് നീ ഇവിടുന്ന് പോവുകയും ചെയ്യും. ഓക്കെ, എനിക്ക് സന്തോഷമായിടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രപതി അങ്ങ് കയറി പോവാണ് കേട്ടോ. രേവതി വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടെ ഒരു മൂലയ്ക്ക് പോയി നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കുക. നമ്മുടെ സച്ചി ബർത്ത്ഡേ ഫംഗ്ഷനിൽ വന്നപ്പം പറഞ്ഞ കാര്യങ്ങളും, എന്റെ ഭാര്യ എന്റെ ചെരുപ്പ് ഊരി അടിച്ചതിന് തുല്യമായി പോയി എന്ന് ധിക്കരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിങ്ങനെ ഓർക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷം വന്നിട്ട്, അതേ രേവതി ചേച്ചി വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഫംഗ്ഷനൊക്കെ അടിച്ചു പൊളിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? എന്താ ചേച്ചി മിണ്ടാത്തെ? ചേച്ചി എന്താ വല്ലാതിരിക്കുന്നത്? എന്താ ചേച്ചിക്ക് പറ്റിയത്? ഏയ്, ഒന്നുമില്ല മോളെ. എനിക്ക് എന്ത് പറ്റാനാ? എനിക്കൊന്നും പറ്റിയില്ല. അല്ല, എന്തോ പറ്റി? അത് സച്ചേട്ടനെ വീട്ടിൽ വന്നിരുന്നു. അല്ല, സച്ചേട്ടൻ വരരുതെന്ന് ചേച്ചിയുടെ അനിയൻ വന്നതല്ലേ, പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വന്നത്? അത് എന്നെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ഫംഗ്ഷനിൽ ചെന്നിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പിക്കാന്. അല്ല, ചേച്ചി ഫംഗ്ഷന് പോയ കാര്യം സച്ചേട്ടൻ എങ്ങനെയാ അറിഞ്ഞത്? ആരാ സച്ചേട്ടനോട് പറഞ്ഞത്? ഇവിടത്തെ അമ്മയാ പറഞ്ഞത്. ഓ, ഈ ആന്റിയുടെ ഒരു കാര്യം. ഈ ആന്റിക്ക് എന്താ വേറെ ഒരു പണിയില്ലേ? ഓ, കഷ്ടമുണ്ട് കേട്ടോ. സച്ചേട്ടൻ ചേച്ചിയോട് ദേഷ്യപ്പെട്ടായിരുന്നോ? വഴക്ക് പറഞ്ഞായിരുന്നോ?
ദേഷ്യം ഇല്ലാതെ ഇരിക്കുവോ, വഴക്ക് പറയാതെ ഇരിക്കുവോ? അവിടെ വെച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പം വന്നു കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓ, ചേച്ചി പോകുന്നില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. ഓ, വേണ്ടായിരുന്നു. ഞാനാ ചേച്ചിനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. സച്ചേട്ടൻ അവിടെ വെച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ. അത് വലിയൊരു വിഷയമായിട്ട് എടുത്ത് കാണത്തില്ല, പ്രശ്നം ഉണ്ടാകത്തില്ല, വഴക്കും പറയത്തില്ല. ചേച്ചി ടെൻഷൻ ആകാതിരിക്കട്ടോ. എല്ലാ പ്രശ്നത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമല്ലോ. ചേച്ചി ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നല്ല ടയേർഡാ, ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ, എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങണം, എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വർഷ റൂമിലേക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പോവാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഇങ്ങനെ നടക്കാണ് കേട്ടോ. നമ്മുടെ സച്ചി വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കും, എന്താകുന്നൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനിലാണ് നടക്കുന്നത് പുള്ളിക്കാരി. പിന്നെ കാണിക്കുന്നത് നേരെ ഇരുട്ടി നമ്മുടെ സച്ചിനെ കാണുന്നില്ല. രേവതി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നിനിയിപ്പോ സച്ചി വരാൻ പോകുന്നത് 4 കാലയിലാണോ 10 കാലയിലാണോ എന്ന് ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ. കാരണം സച്ചിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ സച്ചി എപ്പോ കുടിക്കുകയുള്ളൂ. വേറൊന്നും സച്ചി ചെയ്യില്ല, സച്ചി പോയി കുടിക്കും. സച്ചിയുടെ വിഷമം തീർക്കണമെങ്കിൽ. ഇതിൽ മാത്രം എനിക്ക് സച്ചിനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സച്ചി എത്ര പറഞ്ഞാലും ആ ഒരു വിഷമം വരുവാന്ന് പറഞ്ഞത് പോയി കുടിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. ഈ സത്യം പറഞ്ഞ സച്ചി നല്ലൊരു ക്യാരക്ടറായിട്ട് ഇതിൽ നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ കുടിക്കുന്നത് അത്രയ്ക്ക് വലിയ ശരിയൊന്നും അല്ലല്ലോ. ഏതായാലും ഈ സമയത്ത് സച്ചിയുടെ കാറ് വന്ന് നിൽക്കുകയാണ് കേട്ടോ മുറ്റത്ത്. ഏതായാലും കാറ് വന്ന് നിൽക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് സച്ചി വരുന്നത്. 4 കാലയിലല്ല, 8 കാലയിലല്ല, 16 കാലയിലാണ് സച്ചി വന്ന് വീഴുന്നത്. സച്ചി വരുന്നു, കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വന്നപ്പോ അതൊക്കെ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ രേവതി അവിടെ ഇരിക്കുക. രേവതി ഇത് കണ്ടിട്ട് സച്ചിട്ടാണെന്ന് പറഞ്ഞ് ചെല്ലുകയാണ് കേട്ടോ. ഏതായാലും രേവതിനെ പിടിച്ചൊരു ഒറ്റ തള്ളുകയാണ് നമ്മുടെ സച്ചി. ഈ സമയത്ത് നമ്മുടെ രേവതി ചോദിച്ചു, അല്ല ഇതെന്താ സച്ചേട്ടാ കുടിച്ചിട്ട് വന്നത്? ഞാൻ കുടിക്കുന്നതേ എന്റെ ഇഷ്ടം, നീ എന്തിനടി ചോദിക്കുന്നത്? എന്നെ തൊട്ടു പോകരുത്, വിടടി വിടടി, നീ എന്റെ ആരടി? നീ എന്റെ ആരുമല്ല, പോയേ അവിടെ നിന്ന്. എന്റെ കൺമുമ്പിൽ കണ്ടാ നിന്നെ ഞാൻ ഉണ്ടല്ലോ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? എനിക്കാരാ ഉള്ളത്? എനിക്കാരുമില്ല. എന്നെ ആരും വില വെക്കുന്നുമില്ല, എന്നെ ആരും അനുസരിക്കുന്നുമില്ല. എന്റെ ഭാര്യ എന്നെ വില വെക്കുന്നില്ല, പിന്നെയാ ബാക്കിയുള്ളവരെല്ലാവരും എന്നെ വില വെക്കുന്നത്. എന്റെ ഭാര്യ ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. അത് പിന്നെ സച്ചേട്ട ഇത് എന്ത് സച്ചേട്ട വീണു പോകൂലോ. എന്തിനാ സച്ചേട്ട കുടിച്ചതെന്ന് എനിക്കറിയാം, എങ്കിലും എന്തിനാ സച്ചേട്ടാ? ഞാൻ സച്ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോയി, അത് ശരിയാ. ഞാൻ എന്തുകൊണ്ടാ പോയതെന്ന് സച്ചേട്ടന് അറിയാമോ? നീ ഒന്നും മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. നീ എന്തുകൊണ്ടാ പോയതെന്ന് പോലും കാരണമൊന്നും ഇവിടെ എന്നെ പറഞ്ഞ് ബോധിപ്പിക്കണ്ട. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്റെ ആരുമല്ല, 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 ആരുമല്ല. ഞാൻ വെറും ഒരു മണ്ട ശിരോമണി. എനിക്കറിയാം ഞാൻ മണ്ടനാണെന്ന്. എന്നെ വില വെക്കേണ്ട ആവശ്യം നിനക്കില്ല. സച്ചേട്ട ഇങ്ങനെയൊന്നും പറയല്ലേ സച്ചേട്ട, പറയുന്നൊന്ന് കേക്ക്. മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുത്, നീ ഒന്നും പറയണ്ട. നീ ചെരുപ്പെടുത്ത് അടിച്ചതിന് തുല്യമല്ലേ ഇത്? സച്ചേട്ട ഒച്ച വെക്കരുത്, അച്ഛൻ കേക്കും. ഓ, ഒച്ച വെക്കാൻ പാടില്ല അല്ലെ? ശരി, ഞാൻ ഒച്ച വെക്കില്ല. നീ പറയുന്നത് പോലെയൊക്കെ കേക്കാം, പക്ഷെ ഞാൻ പറയുന്നത് നീ കേക്കത്തില്ലല്ലോ. കേക്കുവോ? ഇല്ലല്ലോ. മോളെ, നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ നീ എന്നോട് പറയും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ അനിയനെ കാണാൻ പോകരുത് എന്ന്. എന്നിട്ട് നീ എന്ത് ചെയ്തു? നീ പോയി. ഞാൻ പറയുന്നത് കേൾക്കാതെ നീ പോയി. ഞാൻ പറയുന്നതിന് ഒരു വിലയും തരാതെ എന്റെ ഭാര്യ എന്നോട് ചോദിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലായിട്ടോ രേവതി, എനിക്ക് മനസ്സിലായി. നീ എന്നെ എത്രമാത്രം വില വെക്കുന്നുണ്ടെന്ന് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. സച്ചേട്ട ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊന്നും പറയില്ല സച്ചേട്ട. എടി, നിന്നോട് മാറാനാ പറഞ്ഞത്, എന്നെ തൊട്ടു പോകരുത്. ഈ സ്ഥലത്ത് വെച്ച് അമ്മയോട് ഞാൻ പറഞ്ഞത് എന്നെ അനുസരിക്കുന്നവളാണ് എന്റെ ഭാര്യ എന്നാ. എന്നിട്ട് നീ എന്ത് ചെയ്തു? അത് ഇല്ലാണ്ടാക്കിയില്ലേ? എന്നെ നാണം കെടുത്തിയില്ലേ? എന്നെ നോക്കിയേ അവര് പരിഹസിച്ച് ചിരിച്ചു, എന്നെ മണ്ട ശിരോമണീന്ന് വിളിച്ചു. ഇതെല്ലാം ആര് കാരണമാ? എന്റെ ഭാര്യ കാരണം. അതെ, ഞാനൊരു മണ്ടനാണല്ലോ. ശരിയാ, ഞാനൊരു മണ്ട ശിരോമണി തന്നെയാ ഞാന്. എനിക്കത് ഇന്നാണ് മനസ്സിലായത് രേവതി, ഞാനൊരു മണ്ടനാണെന്ന്. എന്റെ ഭാര്യ എന്നെ ഇത്രയും നാള് മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ അത്രമാത്രം വിശ്വസിച്ചിരുന്നു സച്ചേട്ടൻ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും സച്ചേട്ടന്റെ തലയിൽ അത് കേറത്തില്ല. സച്ചേട്ടൻ കുടിച്ചിട്ടുണ്ട്. സച്ചേട്ടൻ ഞാൻ ചെയ്തത് തെറ്റാ, എന്നോട് ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക്. ഓ, ക്ഷമ ചോദിക്കുന്നു. അത് പിന്നെ സച്ചേട്ടൻ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ലായിരുന്നു, അതാ ഞാൻ പോയത്. എന്റെ അനിയനോടുള്ള സ്നേഹം. ഓ, നിന്റെ അനിയനോടുള്ള സ്നേഹം. അപ്പം നിന്റെ അനിയനോട് നിനക്ക് സ്നേഹമുണ്ട്, ഈ ഭർത്താവിനോട്, പാവം ഭർത്താവിനോട് നിനക്ക് സ്നേഹമില്ല അല്ലേ?
ഭർത്താവിനോട് ഒരു സ്നേഹവുമില്ല, സ്നേഹമില്ല, സ്നേഹമില്ല, സ്നേഹമില്ല. സച്ചേട്ടനോട് എനിക്ക് സ്നേഹമില്ലേ? സച്ചേട്ടൻ എന്തൊക്കെ സച്ചേട്ട പറയുന്നത്? അവൻ എന്റെ അനിയനല്ലേ സച്ചേട്ട? അവന്റെ പിറന്നാൾ ഫംഗ്ഷന് ഞാൻ എങ്ങനെ പോവാതിരിക്കാനാ സച്ചേട്ട? അവന്റെ രക്തമല്ലേ? അതെങ്ങനെയാ സച്ചേട്ട ശരിയാവുന്നത്? ഞാനല്ലേ അവന്റെ ഏറ്റവും മൂത്ത ചേച്ചി, അമ്മ. ഓ മതി മതി മതി, സെന്റിമെന്റ്സ് തുടങ്ങി. നിർത്തടി നീ. കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അച്ഛനില്ലാതെ എത്രയോ കുട്ടികള് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ജീവിച്ച് നല്ല ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവനുണ്ടല്ലോ, എത്തത്തില്ല. ഇവൻ തലതിരിഞ്ഞു പോയി. ഇവൻ തലതിരിഞ്ഞാ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ല. സച്ചേട്ട എന്തിനാ അവനോട് ഇത്ര ദേഷ്യം? സച്ചേട്ട അവൻ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേ, ആ കഥയിലേക്ക് ഞാൻ കടക്കാതിരിക്കുന്നതാ മോളെ നിനക്ക് നല്ലത്. അതുകൊണ്ട് മിണ്ടാതെ ഇരുന്നോ നീ അവിടെ. ദേ, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു, നീ പോയി. എന്നെ ധിക്കരിക്കുന്ന എന്റെ ഭാര്യ പോലും. എല്ലാവർക്കും മാതൃകയായ ദമ്പതികളാണല്ലോ നമ്മള്. എന്ത് ദമ്പതി, എന്ത് ഭാര്യ, എന്ത് ഭർത്താവ്. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അത് പിന്നെ സച്ചേട്ട അവർക്ക് ഞാനല്ലേ സച്ചേട്ട ഉള്ളൂ. പിന്നെ ഞാൻ എങ്ങനെയാ സച്ചേട്ട പോവാതിരിക്കുന്നത്? അയ്യോ, ഓഹോ, ശരിയാണല്ലോ അല്ലെ? നീ ശരത്തിന്റെ ചേച്ചിയാണെന്ന് മാത്രല്ലേ ഓർത്തുള്ളൂ. പക്ഷേ വേറെ കാര്യമുണ്ട്. നീ സച്ചിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം നീ മറന്നുപോയി. ഹാ, നീ നിന്റെ ഭർത്താവിനെ മറന്നു, നിന്റെ അനിയനെ ഓർത്തു. നിനക്ക് വലുത് വേറെ ആരുമല്ല, നിന്റെ അനിയനും നിന്റെ അമ്മയും നിന്റെ അനിയത്തിയൊക്കെ തന്നെയാ. സച്ചേട്ടാ, നിന്നോട് മിണ്ടരുതെന്നാ പറഞ്ഞത്. നിനക്ക് നിന്റെ അനിയനെ മതി, ഭർത്താവിനെ വേണ്ട. എങ്കിൽ നീയെ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ഇരുന്നേനെ. ഞാനേ ഒരു വേസ്റ്റ്, വെറും വേസ്റ്റ്. സച്ചേട്ടൻ എന്തൊക്കെ സച്ചേട്ടൻ ഈ വിളിച്ച് പറയുന്നത്? ഇതുപോലെ ഒന്നും സംസാരിക്കരുത്, ഇനി ഇതുപോലെ വിഷമിപ്പിക്കരുത്. ഓ, അപ്പം നിന്നെ വിഷമിപ്പിക്കരുത്, എന്നെ വിഷമിപ്പിക്കാം. നീയല്ലേടി എന്നെ വിഷമിപ്പിച്ചത്. നിനക്കൊക്കെ വിഷമം, എനിക്കൊന്നും വിഷമം ഇല്ല. ഇതെന്താ, ഞാൻ മനുഷ്യനല്ലേ? അത് പിന്നെ എന്റെ അനിയത്തെയും അമ്മയും അനിയനെയൊക്കെ ഉപേക്ഷിക്കണം എന്നാണോ പറയുന്നത്? അവര് സ്നേഹിച്ച നിങ്ങളോട് എനിക്ക് സ്നേഹമില്ലെന്നാണോ അർത്ഥം? ഭർത്താവ് ഒരു ഭാഗത്ത്, സ്വന്തം വീട്ടുകാര് മറ്റൊരു ഭാഗത്ത്. കല്യാണം കഴിഞ്ഞ് കയറി വരുന്ന പെണ്ണുങ്ങളെ ഇവർക്കിടയിൽ കിടന്ന് പെട്ട് പെരുവാ കിടന്ന്. എന്തൊരു കഷ്ടമായത്. എന്ത് സച്ചേട്ടാ ഇത്? അവരെ ചെറുപ്പം മുതലേ അവരെന്റെ കൂടെ ഉള്ളതല്ലേ? പെണ്ണായി പിറക്കരുതായിരുന്നു. ദേ 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 മിണ്ടരുത്. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ അനിയൻ ആ ശരത്ത്, അവനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. അവനോട് സംസാരിക്കരുത്, അവനോട് മിണ്ടരുത്, അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകരുത്, അവനെ കാണരുത്. ഞാൻ അത് മാത്രമല്ല നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരോടും മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞോ? പക്ഷെ നീ കേട്ടില്ല. നീ എങ്ങനെ കേക്കും? നീ എങ്ങനെ കേൾക്കാതിരിക്കണം? ഞാൻ ആരല്ലേ നിനക്ക്? ഞാൻ നിന്റെ ആരല്ലേ നിനക്ക്? വെറും വേസ്റ്റ് 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 പറയുന്ന ആരെങ്കിലും കേൾക്കുവോ? ദേ, നിനക്കുണ്ടല്ലോ, നിനക്ക് ഞാനൊരു സ്ഥാനം നൽകിയത് എവിടെയാണെന്ന് അറിയാമോ? ദേ, ഈ ചങ്കിനകത്താ. ഈ ചങ്കിനകത്ത്. ആ സ്ഥാനം വില കൽപ്പിക്കാതെയാ നീ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കാതെ പോയത്. രേവതി, നീ എന്നോട് ചെയ്തതേ കൊടും ചതി. നീ എന്നെ വഞ്ചിച്ചു. നീ എനിക്ക് തന്ന സ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ഈ തറയില്ലേ, ഈ തറയില് ആന്ന് പറഞ്ഞ് തറയിൽ ഇങ്ങനെ അവിടെ കിടക്കുകയാണ് കേട്ടോ, കിടന്ന് നിരങ്ങാണ്. ഏതായാലും ഇവിടെ നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടപ്പെട്ട് രേവതി, സച്ചേട്ട എന്താ സച്ചേട്ട എനിക്ക് സച്ചേട്ട, എല്ലാരും വന്ന മോശമല്ലേ സച്ചേട്ട, പ്ലീസ് സച്ചേട്ട എണീക്ക്. ഞാൻ എണീക്കാനോ? ഈ സച്ചിയെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടട്ടെ, അതിനിപ്പോ നിനക്കെന്താ? ഈ സച്ചി വെറും തറ, പഠിപ്പും വിവരവും ഇല്ലാത്ത വെറും തറ. എന്റെ അനിയനാണെങ്കിലോ കോളേജിൽ പഠിച്ചവര്. എന്റെ രണ്ടനിയന്മാർക്കും വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇപ്പം കയ്യിൽ നിറച്ച് ക്യാഷൊക്കെ ഉണ്ട് അവർക്ക്. അവൻ മിടുക്കനാ. ഞാൻ ആരാ? ഞാൻ ഏറ്റവും ചെറിയവൻ. ഞാനേ വെറും മണ്ട ശിരോമണി, വെറും തറ. ഭാര്യയുടെ മുമ്പിലും വിലയില്ലാത്തവൻ. സച്ചേട്ട കുടിച്ചിട്ട് വന്നിട്ട് എന്തൊക്കെയാ സച്ചേട്ട വിളിച്ചു പറയുന്നത്? സച്ചേട്ട മതി, സച്ചേട്ട നിർത്ത്. ഇനി സച്ചേട്ടൻ പറയണ്ട, മതി സച്ചേട്ട. കേട്ടോണ്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ സച്ചേട്ട എന്നൊക്കെ. ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര ആ ഒരു സൈഡിൽ വന്ന് നിൽക്കുകയും ഇതൊക്കെ കാണുകയും ചെയ്യുന്നത്. പിന്നെ പറയാനുണ്ടോ? ചന്ദ്രയ്ക്ക് വരുന്ന സന്തോഷം, ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇതൊക്കെ കണ്ടിട്ട്. ഏതായാലും വീണ്ടും നമ്മുടെ സച്ചിൻ രേവതി അവിടെ അടി വെച്ചോണ്ടിരിക്കുകയാണ്.
ഏതായാലും നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഇനിയെങ്കിലും സച്ചേട്ടൻ കുടിക്കരുത് സച്ചേട്ടാ എന്ന് പറഞ്ഞപ്പം ഇനിയിപ്പൊ നീ പറയുന്നത് ഞാൻ അംഗീകരിക്കണം അല്ലെ, ഒരിക്കലും നീ പറയുന്നതൊന്നും ഞാൻ ഇനി അംഗീകരിക്കാൻ പോകുന്നില്ലടി, അംഗീകരിക്കത്തില്ലടി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പിന്നെ ബിസിനസിന്റെ കാര്യം ഓർമ്മിക്കുകയാണ്, ഓൺലൈൻ ബിസിനസ് ആണ്. കുർത്തീസും കോഡ് സെറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഓരോ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഒത്തിരി പേര് നമ്മളെ വിളിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ക്ലോത്തിങ്സ് ഒക്കെ മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ സഹകരണം ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഉണ്ട് വീഡിയോയിൽ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റം എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.